വടകരയിൽ കെ ശൈലജ ടീച്ചറുടെ ജാഥ പര്യടനം ആരംഭിച്ചു. ഓരോ കേന്ദ്രങ്ങളിലും ടീച്ചറെ കാണാനായി സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് എത്തിച്ചേരുന്നത്. വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചറുടെ പൊതുപര്യടനം ആരംഭിച്ചത് കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. മൂരാട് നിന്ന് ആരംഭിച്ച പര്യടനം LDF പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MK ഭാസ്കരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി വത്സൻ പനോളി, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ C ഭാസ്കരൻ മാസ്റ്റർ, KK മുഹമ്മദ്, കൊയിലാണ്ടി നിയോജക മണ്ഡലം സെക്രട്ടറി K ദാസൻ, കാനത്തിൽ ജമീല MLA തുടങ്ങിയവർ പങ്കെടുത്തു. സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിന്റെ ഓർമ്മകൾ ജ്വലിക്കുന്ന കോട്ടക്കൽ കുഞ്ഞാലിമരക്കാരുടെ മണ്ണിലൂടെയായിരുന്നു പര്യടനം. രാവിലെ തന്നെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നൂറുകണക്കിന് ആളുകൾ സ്വീകരണ സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു. ആദ്യ സ്വീകരണമായ മൂരാട് ഉജ്ജ്വല സ്വീകരണത്തിനു ശേഷം അറബിക് കോളേജ് പരിസരം, ആവിത്താര, അക്ഷര കോളേജ് എന്നിവിടങ്ങളിലും ശൈലജ ടീച്ചർക്ക് സ്വീകരണം നൽകി. വടകര ഇത്തവണ ഇടതുപക്ഷത്തെ നെഞ്ചേറ്റും എന്നതിന്റെ തെളിവാണ് ആൾക്കൂട്ടമെന്ന് ശൈലജ ടീച്ചർ പ്രതികരിച്ചു. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന പൊതുപര്യടനം 7 നിയോജക മണ്ഡലങ്ങളിലെയും 1186 ബൂത്തുകളിലൂടെ കടന്നുപോകും. ഒരു ദിവസം 20ഓളം കേന്ദ്രങ്ങളിലാണ് സ്വീകരണ യോഗം ഉണ്ടാവുക. കൈരളി ന്യൂസ്, കോഴിക്കോട്.